പൊന്നു മക്കളെ, ഇതുപോലൊരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് മലയാളമല്ല, യൂട്യൂബ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ തൊപ്പി എക്സ്പോസിങ് ഷമീർ, മമ്മു ആൻഡ് ജാസി ആയിരുന്നു. എന്നാൽ അതിൻ്റെ മോളിൽ ഇപ്പം എന്താ നടന്നിരിക്കുന്നത്? 5 പാർട്ടുള്ള ഒരു ലൈവ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിക്കിലോ മറ്റോ സ്ട്രീം ചെയ്ത് ആരോ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഷമീർ, ജാസി, മമ്മു, അശ്വാക്കെല്ലാം വിട്ടേക്ക്, അധികം ഒന്നുമില്ല. ഇവര് മൂന്നാളും കാണിച്ചിരിക്കുന്ന എന്തോസിയാസം അല്ല, ആ ഒരു ഫയർ കംപ്ലീറ്റ് സാധനം പിടിച്ച് പുറത്തിട്ടിരിക്കല്ലേ. തൊപ്പിയുടെ കരിയർ ഒരുവിധം തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരിക്കലും ഇതുപോലെ ഒരു ടേൺ വിചാരിച്ചിട്ടില്ല. ദൃശ്യം 2 സെക്കൻഡ് പാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദൃശ്യം 3 വരണം എന്ന് പറഞ്ഞ പോലെയാ. തൊപ്പി ആ സംഭവം ഇറക്കിയപ്പോൾ നമ്മൾ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആയി പല സംഭവങ്ങൾ കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ ഷമീർ ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാനിപ്പുലേഷൻ കിങ് എന്ന് പറഞ്ഞിട്ട്. അത് ഒരു തരത്തിൽ സത്യമായിട്ടപ്പം തോന്നുന്നത്. സംഭവങ്ങൾ മുഴുവൻ മാനിപ്പുലേറ്റഡ് ആയിട്ടാണ് എനിക്കിപ്പം പേഴ്സണലി തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഷമീർ പ്രൂഫ് വെച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് ഡ്രഗ്സ്, ഹൂ ഈസ് യൂസിങ് ഡ്രഗ്സ്, ഹൂ ഈസ് ടോക്കിംഗ് ബാഡ് അബൌട്ട് പീപ്പിൾ. ബാഡ് ഇൻ ദ സെൻസ് ഇവരുടെ കൂടെ തന്നെ നടക്കുന്ന ആൾക്കാരെ കുറിച്ച്, എസ്പെഷ്യലി ഗേൾസിൻ്റെ എതിരെയൊക്കെയുള്ള സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ട കളിയാണല്ലോ തൊപ്പി. ഉള്ളത് മുഴുവൻ ഇപ്പം വീണ്ടും പിന്നെ നെഗറ്റീവിലോട്ടേക്ക് പോയല്ലോ. നെഗറ്റീവ് അല്ല, ഭൂമിയുടെ പാതാളത്തിലോട്ടേക്ക് പോയി എന്ന് പറയേണ്ടി വരും. അതായത് അത്യാവശ്യം തലക്ക് വിവരമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തോട്ടേക്ക് നടക്കൂല. ആ രീതിയിൽ താണിട്ടുണ്ട്. മമ്മു പറഞ്ഞിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ കേട്ടതോടുകൂടി അതും മതിയായി. പ്രൂഫില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ആരോ ഇതേ സംഭവത്തിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അതായത് സംഭവം നാറി എന്ന് പറഞ്ഞാൽ നാറി, ഇതിൻ്റെ അപ്പുറത്തേക്ക് നാറാനൊരു ഗ്യാങ്ങില്ല, അത്രയും നാറി. ജാസിയൊക്കെ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ ഇന്നലെ വിചാരിച്ചു ജാസിയൊക്കെ ഇത്രയും വലിയ വൃത്തികെട്ട വേഷമാണോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇന്ന് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കാണിച്ചപ്പോൾ സംഭവങ്ങൾ മനസ്സിലായി, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സ് അലക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ അത് മനസ്സിലായി. വേറൊരു സംഭവം, ഇവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഈ തൊപ്പി കാണിച്ച പ്രൂഫ്സ് ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. പുള്ളി വേറെ മറ്റേ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ സംഭവം ഇവർ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ. പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചാൽ അതിലെന്ന് പറഞ്ഞാൽ 80,000 റുപ്യ മറ്റേ ഈ മമ്മൂനൊക്കെ 2.5 വർഷം നിന്നതിന് കൊടുക്കുന്നുള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 റുപ്യ 150 റുപ്യയുടെ മറ്റേ കണക്കുള്ള പോലെ. പുള്ളിയല്ലേ പറയുന്ന കോടികൾ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ ഡീൽ ചെയ്യുന്നത്. അതും പോരാഞ്ഞിട്ട് ഡ്രഗ്സിൻ്റെ കാര്യം, പെണ്ണ് കേസ് എല്ലാം കൂടി നാറിയിട്ടുണ്ട്. ഷമീറൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെമ്പിള്ളേരുള്ള വീട്ടുകാരല്ലേ, പെമ്പിള്ളേർന്ന് പോയി ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കരുത്. അത്രയും ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷമീർ വന്നിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വരെ കാര്യങ്ങളുണ്ട് അത്ര. അതുപോലെ ഹനാൻ ഷായുമായിട്ടൊരു കോൺസേർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 100 ആളോ മറ്റേ കണ്ണൂർ മറ്റേ മൈതാനത്ത് പോയിട്ടുള്ള കോൺസേർട്ട് ഫെയിലിയർ ആയ സംഭവം. ആ സാധനത്തിന് ശേഷം ഹനാൻ ഷാന്റെ ഫാമിലി വ്ളോഗ് കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, ഒരുവിധം സൈക്കോ തന്നെ. അത് ഇവന്റെ വോയിസ് തന്നെയാണെന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണിത്. ഇത് അതിന്റെ 100 ഇരട്ടി മുകളിൽ ഷമീർ ഇവിടെ ചെക്ക് വെച്ചിരിക്കുക. ഇതിന്റെ മുകളിൽ നിങ്ങൾ എന്ത് കൊണ്ടുവരും? സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. ഒന്നും ഉണ്ടാക്കിയിട്ട് എനിക്ക് കാര്യമുണ്ട് തോന്നുന്നില്ല. എക്സ്പോസ്ഡ് ആയി മോനെ, ക്ലിയർ കട്ട് എക്സ്പോസ്ഡ് ആയി. ഇത് ഷമീർ നേരത്തെ കാണിക്കണമായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഇവൻ ആദ്യം വന്ന് ഷമീർ സംസാരിച്ച സമയത്ത് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. അതായത് അച്ചടി ഭാഷയിൽ ഇവരെ കാണാത്തൊരു തരത്തിലാണ് ഇവർ വന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനലായിട്ട് സംസാരിച്ചു, ഉള്ളുന്ന് സംസാരിച്ചു. അത് ജാസി ആയിക്കോട്ടെ, മമ്മു ആയിക്കോട്ടെ, ഷമീർ ആയിക്കോട്ടെ, ഇവർക്കെല്ലാവരും ഇതില്ലേ. ഇവരുടെ കൂടെ നടന്ന ആൾക്കാർ ഇങ്ങനത്തെ വൃത്തികെട്ട തരത്തിലോട്ടേക്ക് ആക്കി അതിൻ്റെ ആരതിൻ്റെ ആള് എന്നുള്ള സംഭവം കാണിച്ചപ്പോഴാണ് സംഭവങ്ങളെ പ്ലേറ്റ് മാറിയത്. ഇനി തൊപ്പീനെ വിശ്വസിക്കുന്ന പരിപാടി ആസ് എ പ്രേക്ഷകൻ ഞാനില്ല. ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒന്നും തന്നെ എടുത്തു വെക്കാനുമില്ല. ആ രീതിയിൽ നാറിയിട്ടുണ്ട്, നാറ്റിച്ചിട്ടുണ്ട്. എക്സ്പോസ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാണ് എക്സ്പോസ്ഡ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ വേഗം ഇട്ട് കണ്ടോ മക്കളെ. നിങ്ങൾക്കിപ്പോൾ 2 ദിവസത്തെ ലൈവായി. ഇപ്പം ഇത് കണ്ടിട്ട് ഇപ്പം പ്ലേറ്റ് ആരുടെ ഭാഗത്താണ്, ആര് പറയുന്നതാണ് ശരി, ഏത് ടീം പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം എവിടെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ പറയും. അതുപോലെ തന്നെ റാംബോൻ്റെ ഒക്കെ കാര്യം കോമഡിയാണ്. ഷാജഹാൻ വന്നപ്പോൾ ഒളിച്ച് ബക്കറ്റിന്റെ മുകളിൽ കയറിയിരുന്ന് നോക്കിയെന്നാണ് പറയുന്നത്. ആ പറയുന്ന ആ ഒരു ഇന്റൻസിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് സത്യം ഏതാണ് നുണാന്ന്. എൻ്റെ പൊന്നു റാംബോ, ക്രീം ബിസ്ക്കറ്റ് നോക്കിക്കൊണ്ടിരുന്നോ കേട്ടാ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു ഡൗൺഫാൾ
എന്തായാലും ഹോളിവുഡിലൊന്നും സ്ട്രീമേഴ്സിന്റെ കാര്യത്തിൽ അത്രത്തോളം നാറിയ സംഭവം വന്നിട്ടില്ല തോന്നുന്നു. സോ ബാഡ്, സോ ബാഡ്, ഷിറ്റി കാര്യങ്ങളാണ് കേട്ടിരിക്കുന്നത്. നാറ്റക്കേസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി നാറ്റക്കേസ്. ഇതിന്റെ മുകളിലേക്ക് ഇവർ എന്തുമായിട്ട് പൊക്കിക്കൊണ്ടിരുന്ന അറിയില്ല. അതിൻ്റെ ഇടയിൽ കോമ്പൻസേഷന് വേണ്ടി ഇവന്റെ പഴയ ക്യാമറാമാനെയൊക്കെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്, അത് ഇവർ വീഡിയോ എടുത്തിട്ട്. അതുപോലെ തന്നെ ഫസ്മിന സാക്കിർ പറഞ്ഞിരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ വേറെ ഒരുപാട് ഗേൾസ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെറുതെ പോയി തൊപ്പിയുടെ ഫെയിം കണ്ട് അടുത്ത് പോയിരിക്കുന്ന ഗേൾസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് അതിന്റെ ഇതുള്ളത് കൊണ്ടായിരിക്കുമല്ലോ, ഫെയിമും നോക്കി മണിയും നോക്കി പോയിട്ടുള്ള ആൾക്കാർ ഇപ്പം വന്നിട്ട് കൊണടിച്ചിട്ട് കാര്യമില്ല. അവനെ അബ്യൂസ് ചെയ്ത കാര്യത്തിനുള്ള തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ വിശ്വസിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മുന്നിലോട്ടേക്ക് കൊണ്ടുപോകും. അല്ലാതെ വെറുതെ അവിടെ പോയി കൊണടിച്ച് മറ്റേ ഇവന്റെ ഇതും കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇവൻ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവ് കൊണ്ടുവരണം. എന്തിനും നിങ്ങൾ അവൻ്റെ അടുത്ത് പോയി എന്നുള്ള ചോദ്യത്തിന് തിരിച്ചു പറയാൻ സംഭവം ഉണ്ടാവും. ഇവൻ മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്തു എന്നുള്ള സംഭവം ഉണ്ടായിരിക്കണം. മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ എനിക്ക് ഈ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളൂ. ഇത്രത്തോളം നാറ്റ കേസ് സ്ട്രീമേഴ്സിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു സംഭവം അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. തൊപ്പിയുടെ ലാവിഷ് ലൈഫ് BMW ആൻഡ് ഫോർച്യൂണേഴ്സ് ഈ UP നിന്നെടുത്ത് ഈ കൂതറ ഫോർച്യൂണറോ 6 ലക്ഷം 7 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. അത് വെറുതെ തന്നാൽ കൂടി ആൾക്കാർ അത് എടുക്കില്ല. പുതിയ വണ്ടി കാണിച്ചിട്ട് വാങ്ങിച്ച് കാണിക്കുമോനെ 70 ലക്ഷം ഉറുപ്പ്യ എടുത്ത് പുതിയ ഫോർച്യൂണർ എടുക്ക്, എന്നിട്ട് രജിസ്ട്രേഷൻ കാണിക്ക്, ലോൺ എടുത്ത് എടുക്കുന്ന, അല്ലെങ്കിൽ ഫുൾ പേയ്മെന്റ് നടത്തി എടുക്ക്, അല്ലെങ്കിൽ പുതിയ BMW എടുക്ക് 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് 2 കോടി കൊടുത്തിട്ട് 1.5 കോടിയുടെ കാസ്ട്രോയുടെ BMW കണ്ടിട്ടാണ് ഇവന്റെ ഫാൻസും കുറെ ആൾക്കാർ ഇത്രയും കാലം നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഇലക്ട്രിക് BMW 1.5 കോടിയും ഈ 15 ലക്ഷത്തിന്റെ ഈ സെക്കൻഡ് ഹാൻഡ് സാധനവും വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? അത് വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിറക്കാൻ സമയമില്ല. ആ രീതിയിൽ ഇവൻ തന്നെ വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബോധത്തോടു കൂടിയൊക്കെ പെരുമാറി. എനിക്ക് ഇവന്റെ അടുത്തുള്ള ഇംപ്രഷനെ പണ്ടേ പോയതാണ്. അതായത് ഒരുപാട് കൂതറ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷി പറക്കുമ്പം പിടിക്കുക, ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, അതിലും വലിയ നാണക്കേടുണ്ടോ? അപ്പം മനസ്സിലായതാണ് എന്താണ് ഇവന്റെയൊക്കെ എത്തിക്സ് എന്നുള്ള സംഭവം എന്ന് വെച്ചാൽ ക്യാഷ് ആണ് മുഖ്യം ബിജിലേ, വേറെ ഒന്നും പറയാനില്ല.